ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കുഴിപ്പള്ളി ബീച്ചിലാണ്. കുഴിപ്പള്ളി ബീച്ച് എന്ന് വെച്ചാൽ അതിമനോഹരമായ ബീച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴയും കടലിൻ്റെ അതിക്ഷോഭമായ കടലാണ്. ഇവിടെ ടൂറിസ്റ്റുകളൊന്നുമില്ല. ഇവിടുത്തെ സാധനങ്ങളെല്ലാം ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്. മീൻ പിടിക്കുന്ന കുട്ടകൾ, വഞ്ചികൾ, അതെല്ലാം ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്. നമ്മുടെ വഞ്ചികളൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുക. ആൾക്കാർ കുറച്ചുള്ളൂ. മണൽ ഇവിടം വരെ തിരമാല അടിച്ച് കയറി വരുന്നു. കണ്ടോ, ദേവാൻ്റെ തിരമാല കണ്ടോ, അതിങ്ങനെ അടിച്ച് കയറി വരുമെന്ന് പറയുന്നത് ചില ചേട്ടന്മാരോട് പറയുന്നത്. നല്ല സുന്ദരമായ ബീച്ചായിരുന്നു കുഴിപ്പള്ളി ബീച്ച്. ഇവിടെ മീൻപിടുത്തക്കാരായ ചേട്ടന്മാരൊക്കെ വലയൊക്കെ ഇങ്ങനെ കെട്ടി വെക്കുന്നുണ്ട്. കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് കക്കയാണ്. കക്ക ഇങ്ങനെ വാരി കൂട്ടിയിട്ടിരിക്കുക. ഇതിന് നീറ്റ് കക്കയായിട്ട് പോകാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ സംഭരിക്കുന്നതാണ്. ഇതുണ്ടോ, ഈ വലയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോവും ഈ എന്തെങ്കിലുമൊക്കെ ഉടക്കിയിട്ട്. അതൊക്കെ ആ ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് അവിടെ നിന്ന് ഇങ്ങനെ കെട്ടി നല്ല ക്ലിയർ ആക്കുകയാണ്. കാലാവസ്ഥയൊക്കെ നന്നായി കഴിയുമ്പോൾ അവർക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി മീൻ പിടിച്ച് ആളുകൾക്ക് വേണ്ടി കൊണ്ടു കൊടുക്കുവാനും അതുപോലെ തന്നെ പൈസ ലഭിക്കുവാനൊക്കെ വേണ്ടിയിട്ട് കുഴിപ്പള്ളി ബീച്ചിൻ്റെ സുന്ദരമായ അന്തരീക്ഷങ്ങൾ, തിരമാലകൾ വന്നിങ്ങനെ തല്ലി കെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിനപ്പുറത്തേക്ക് റോഡാണ്. ആ റോഡിലേക്ക് വെള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഷീറ്റ് കൊണ്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്. ഇതിങ്ങനെ വെള്ളമൊക്കെ കമത്തി വെച്ചാണ് കേട്ടോ. ഞാനിവിടെ വന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേ ചില ചേട്ടന്മാർ വന്നു. ഇവിടെ കണ്ടത് ഒരാൾ നിൽക്കണു. ഇവിടെ ഇങ്ങനെ കുറേ പേരുണ്ട്. അത് വന്നിട്ട് ആരടാ എൻ്റെ നാട്ടിൽ അതിക്രമിച്ച് കയറി എന്ന രീതിയിലാണ് നിൽക്കണത്. കണ്ടിട്ട് തന്നെ പേടിയാവണം. കുറച്ച് ആളുകൾ മാത്രമേ ബീച്ചിലുള്ളൂ കേട്ടോ. കണ്ടോ, കുറച്ച് പട്ടിക്കുട്ടികൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഇതിൽ വള്ളങ്ങളൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചേക്കുകയാണ്. പരുന്ത് കണ്ടോ, പട്ടിക്കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇങ്ങനെ കാണാൻ കുറച്ച് ചേട്ടന്മാരിങ്ങനെ അവിടെ ഉണ്ട് കടലിൽ ചാടാൻ വേണ്ടി റെഡിയായിട്ട്. തിരമാല അടിച്ച് കയറി വരുന്നുണ്ടോ, എത്രയോ ദൂരത്ത് കയറി വരുന്നതെന്ന് അറിയാമോ. അപ്പോൾ കുഴിപ്പള്ളി ബീച്ചിൻ്റെയും മറ്റെല്ലാ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.